ഇപ്പം ഇവിടെ ലിബറലുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന യുക്തിവാദം എന്നൊന്നും പറയുന്നൊരു വിഷയം വാസ്തവത്തിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിൽ നിലവിൽ യുക്തിവാദമൊന്നുമില്ല. യുക്തിവാദം എന്ന് പറയുന്ന ചരിത്രത്തിലുള്ള റാഷണലിസം അല്ലെങ്കിൽ പഴയകാലത്തുണ്ടായിരുന്ന ദഹരീയത്തിൻ്റെ ഒക്കെ ഭാഗമായി വരുന്ന സോഫസ്ഥായിയത്തിൻ്റെ ലാദിരിയത്തോ ഇന്ത്യത്തോ ഇനാദിയത്തോ അതൊന്നും കേരളത്തിലില്ല. ലോകത്തും ഒരുപക്ഷെ ഇന്ന് ആ പറയുന്ന പഴയ തരത്തിലുള്ള റാഷണലിസം ഒന്നും നിലനിൽക്കുന്നില്ല. മറിച്ച് ഇവിടെയൊക്കെ ഉള്ളത് യുക്തിവാദം എന്നൊക്കെ പറയുന്നത് ഒരു മഹത്തരമായ പ്രസ്ഥാനമാണല്ലോ. യുക്തിവാദം ഒരു ചെറിയ പ്രസ്ഥാനമല്ല. യുക്തിവാദം വാസ്തവത്തിൽ പഴച്ചു പോയവരാണെങ്കിൽ കൂടിയും വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയും ഒക്കെ ഉള്ളവർക്ക് മാത്രം വഴങ്ങുന്ന ഒരു കലയാണ് യുക്തിവാദം. ഇന്ന് ആ സാധനങ്ങളും ആ നിലവാരത്തിലുള്ള ആളുകളൊന്നും ഇല്ല. ആലോചിച്ച് നോക്കൂ, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാ, സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാ, ഷരീഫുൽ ജുർജാനി റഹിമഹുല്ലാ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, അവരുടെയൊക്കെ കാലഘട്ടത്തിൽ അവർ അഭിമുഖീകരിച്ച ആളുകളായിരുന്നു വാസ്തവത്തിൽ യുക്തിവാദികൾ, ഐഡിയലിസ്റ്റുകൾ, ആശയവാദികൾ. അവരൊക്കെ വലിയ വലിയ കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. പ്ലാറ്റോ വലിയ പണ്ഡിതനാണ്, ഗാലൻ, പ്യൂക്യുറസ്, അരിസ്റ്റോട്ടിൽ, ഇവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയ അറിവിന്റെ വിഷയത്തിൽ നാം ബഹുമാനിക്കേണ്ട മഹാപണ്ഡിതന്മാരാണ് അവരെല്ലാം. പക്ഷെ അവർക്കൊന്നും തൗഹീദ് കിട്ടിയില്ല, ഹിദായത്ത് കിട്ടിയില്ല. അവരുടെ ബുദ്ധി ആത്യന്തികമായി സത്യം കണ്ടെത്തുന്നതിൽ പഴച്ചു പോവുകയായിരുന്നു. പക്ഷേ വൈജ്ഞാനികമായ സംഭാവന എന്നുള്ള നിലയിൽ, ബുദ്ധിയുള്ള മനുഷ്യന്മാർ എന്നുള്ള നിലയിൽ പോളോ കൊയ്ലോ, അദ്ദേഹം ഒരു മുസ്ലിം അല്ല, നമ്മൾ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം വലിയ ഭാവനാവിഷ്കാരമുള്ള സാഹിത്യകാരനാണ്. ഈയിടെ മരണപ്പെട്ടു പോയ MT വാസുദേവൻ നായർ, അദ്ദേഹം ഒരു മുസൽമാനല്ല, നമ്മൾ ആദരിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ഭാവന സമ്പന്നനായ ഒരു എഴുത്തുകാരനാണ്. കാളിദാസൻ മുസ്ലിം അല്ല, പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ ദാർശനികതയെ, ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ദാർശനികതയെ, അനി ബസന്റിനെ, അങ്ങനെ ധാരാളം ചരിത്രത്തിൽ ജീവിച്ചു പോയ, ഒരു പക്ഷേ അവരെല്ലാം പല അർത്ഥങ്ങളിൽ ഇസ്ലാമിനെ വിമർശിച്ചവർ കൂടിയാണ്. അങ്ങനെയുള്ള നിലവാരത്തിലേക്കുള്ള ആളുകൾ കേരളത്തിലുള്ള ലോകത്തും ഇന്നില്ല. ഞാനിത് പറയുന്നതിൻ്റെ ഒരു താല്പര്യം, ഇസ്ലാമിനെ എതിർക്കുന്നവരെ അന്ധമായി എതിർക്കുക എന്നുള്ളൊരു സ്റ്റാൻഡ് ഉലമാഇന്റെ സ്റ്റാൻഡായിരുന്നില്ല. ഇസ്ലാമിനെ എതിർക്കുന്നവരെ എല്ലാം കാടടച്ചെതിർക്കുക എന്നുള്ളതല്ല, അതിനെ സംവാദാത്മകമായി സമീപിക്കുക എന്നുള്ളതാണ്. മോശം പദങ്ങളിലൂടെ അവരെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതല്ല. എല്ലാവർക്കും ഇസ്ലാം നൽകാൻ അല്ലാഹ് തന്നെ കരുതിയില്ലല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് അത്ര വിഷണ്ണിക്കുന്നത്? വലൗ ശിഅനാ ലഅതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, വലൗ ശിഅനാ ലഅതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, നമ്മൾ കരുതിയിരുന്നെങ്കിൽ എല്ലാവർക്കും നാം സന്മാർഗം നൽകുമായിരുന്നു. ഇംതിനായിന്റെ ലവാണ്, പക്ഷെ കരുതിയിട്ടില്ല. ലാക്കിൻ ഹക്കൽ ഖൗലു മിന്നി, എൻ്റെ വക്കൽ നിന്നൊരു മാറാത്ത തീരുമാനം, വെട്ടൊന്ന് കഷ്ണം രണ്ട്, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ ഇനി മാറില്ലത്, ഖണ്ഡിതമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. എന്താണ് തീരുമാനം? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. പിന്നെ അത് അല്ലാഹുവിന്റെ കാര്യമാണ്, നമ്മളതിൽ ഇടപെടുന്നില്ല. ആരൊക്കെയാണ് നരകത്തിൽ, ആരൊക്കെയാണ് സ്വർഗത്തിൽ, ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ തർക്കം. അതൊക്കെ അള്ളാഹുവിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. മുഅ്മിനീങ്ങളായി മരിച്ച ആളുകൾ സ്വർഗത്തിൽ, അമുഅ്മിനീങ്ങളായി മരണപ്പെട്ട ആളുകൾക്ക് സ്വർഗ്ഗമില്ല. ആരൊക്കെയാണ് മുഅ്മിനീങ്ങൾ അറിയില്ല. മരണത്തിന്റെ വേളയിൽ ആരുടെയൊക്കെ ഈമാനാണ് ബാക്കിയായത് അറിയില്ല. ഇനി നാം അവിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്ക് ആർക്കൊക്കെയാവാം മരണത്തിന്റെ സമയത്ത് ഈമാൻ കിട്ടിയത് അറിയില്ല. അതൊക്കെ അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതേവരെയുള്ള നിരീശ്വരവാദികളിലും ഭൗതികവാദികളിലും യുക്തിവാദികളിലും ലിബറലുകളിലുമെല്ലാം പെട്ട, സംസാരിക്കാൻ പറ്റിയ, മാന്യതയുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള,
സംവാദാത്മകതയുള്ള ആളുകളോടുള്ള നമ്മുടെ സമീപനം സംസാരിക്കുക എന്നുള്ളതാണ്. അവര് പറയുന്നത് കേൾക്കുകയും നമ്മൾ പറയുന്നത് കേൾപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അതിന് മാത്രം ക്രെഡിബിലിറ്റിയുള്ള, അതിന് മാത്രം സ്റ്റഫ്നെസ് ഉള്ള നിരീശ്വരവാദികളോ യുക്തിവാദികളോ നിലവിലിവിടെ ഇല്ല. ഇവിടെ വാസ്തവത്തിലുള്ളത് സ്വതന്ത്ര ചിന്തയുടെ ഭാഗമായി വരുന്ന ചാവോയിസ്റ്റുകളാണ്, അരാജകത്വവാദികൾ. പ്രത്യേകിച്ചൊരു ഫ്രെയിമില്ല. അതാണ് ഒന്നാമത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നം. ഇപ്പൊ പഴയ കാലത്ത് ഒന്നുകിൽ ആശയവാദികളും അല്ലെങ്കിൽ അനുഭവവാദികളുമായിരുന്നു പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടേതായ ഒരു മൻഹജുണ്ട്, അവരുടേതായ ഇസ്തിലാഹത്തുകളുണ്ട്. അനുഭവങ്ങളിലൂടെ അനുഭവപരമായ എംപരിക്കലായിട്ടുള്ള ഹിസ്സിയായ ദലീലുകളിലൂടെ സ്ഥിരപ്പെടുന്ന കാര്യങ്ങളെ മാത്രമേ അംഗീകരിക്കൂ എന്ന് പറയുന്ന ഒരു കൂട്ടർ. അവരോട് നമുക്ക് എളുപ്പമാണ് സംസാരിക്കാൻ. ഹിസ്സിയല്ലാത്ത, അനുഭവേദ്യമല്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഹയവാന് അല്ല, ഇൻസാൻ മുതൽ തന്നെ തുടങ്ങിയാൽ ഇൻസാന്, ഹയവാന്, ജിസ്മനാമി, ജിസ്മ മുത്തലക്ക് വരെ മാത്രമല്ല, ഒരുപക്ഷെ ഹിസ്സിയായിട്ട് ഉണ്ടാവുകയുള്ളൂ. ജൗഹറിലേക്ക് പോകും തോറും ജിസ്മ മുത്തലക്കും ഉണ്ട്, ജിസ്മ മുത്തലക്ക് അല്ലാത്തതുമുണ്ട് ജൗഹറിൽ. അപ്പൊ പിന്നെ എല്ലാം അനുഭവേദ്യമാവണമെന്നില്ല. ഉക്കൂലും നുഫൂസും ഹിസ് കൊണ്ട് കണ്ടെത്താൻ ഒരു പക്ഷേ കഴിയണമെന്നില്ല. അപ്പോൾ അനുഭവേദ്യമായ എംപിരിക്കലായ എവിഡൻസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എങ്കിൽ അവരോട് സംസാരിക്കാൻ എളുപ്പമാണ്. അവരോട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഫൽസഫയിലെ മുതകല്ലിമീങ്ങളായ മഹാപണ്ഡിതന്മാർ ലോകത്തുള്ള ഹക്കായിക്കിനെ ആ ശ്രേണിയിൽ ക്രമപ്പെടുത്തിയത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ജിസ്മ മുത്തലക്കിന്റെ മുകളിലുള്ള ഹക്കീക്കത്തുകളെ, ഹക്കായിക്കുകളെ അംഗീകരിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന നിരീശ്വരവാദികളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു വിവരദോഷിയാണ് റിച്ചാർഡ് ഡോക്കിൻസ്. അദ്ദേഹം ദൈവമില്ല എന്നതിൻ്റെ വലിയ തെളിവായി കൊണ്ടുവരുന്ന ഒരു മറ്റൊരാളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു തത്വമുണ്ടല്ലോ, നമ്മളൊക്കെ പലവരും കേട്ടതാണത്. ഈ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. അബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് അബ്സെൻസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കായിക നിയമം. അബ്സെൻസ് ഓഫ് എവിഡൻസ്, ദൈവമുണ്ട് എന്നുള്ളതിന് അനുഭവപരമായ തെളിവില്ലായ്മയാണ് എവിഡൻസ് ഓഫ് അബ്സെൻസ്, ദൈവമില്ല എന്നുള്ളതിന്റെ തെളിവ്. ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവില്ലല്ലോ, അതാണ് ദൈവമില്ല എന്നുള്ളതിന്റെ തെളിവ്. അപ്പൊ നമ്മുടെ ഈ മന്ദിക്കിൽ തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു വഴിയുള്ളത്. അപ്പോ അങ്ങനെ വിശ്വസിക്കുന്ന എയ്ത്തിസ്റ്റുകൾ സ്വാഭാവികമായി നമുക്ക് അവരോട് ചോദിക്കാനുണ്ടാകും, നിങ്ങൾ എന്താണ് തെളിവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവർ അനുഭവവാദികളാണ്. അനുഭവവാദത്തിന്റെ, എംപിരിസിസത്തിന്റെ ഇന്നത്തെ ഒരു ടേം, നമ്മൾ ഈ ടേമുകൾ, ഈ വിഷയം ശ്രദ്ധിക്കുന്നവർ പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു കാടടച്ച് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന് പറയുന്നത് സമൂഹ മധ്യേ അത്ര കൃത്യമാവണമെന്നില്ല. കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ അത്ര അക്കാദമിക്കലി അത്ര കൃത്യമാവണമെന്നില്ല. അവരിന്നറിയപ്പെടുന്നത് സയന്റിസമാണ്, ശാസ്ത്രമാത്രവാദം. ശാസ്ത്രം ആത്യന്തികമായി തെളിയിക്കുന്നതിനെ മാത്രം അംഗീകരിക്കുക, അത് അനുഭവപരമായിരിക്കണം താനും. ആശയങ്ങളെ ശാസ്ത്രം വ്യവഹരിക്കില്ലല്ലോ. അപ്പൊ ഈ ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് ദൈവമില്ല എന്നുള്ളതിന്റെ തെളിവ് എന്ന് ലോകത്തിന്നത്തെ ഏറ്റവും ഹോട്ട് സെലിബ്രിറ്റിയായ ഒരു എയ്ത്തിസ്റ്റിന്റെ ആർച്ച് ബിഷപ്പ് അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം മതപക്ഷത്ത് നിന്നും നേരിടേണ്ടി വരുന്നൊരു ചോദ്യമാണ്, വാട്ട് ഈസ് എവിഡൻസ്? എന്താണ് നിങ്ങൾ ഈ പറയുന്ന തെളിവ്? അപ്പൊ അവർക്ക് തെളിവ് കേവലം ഈ പറയുന്ന സെൻഷ്വൽ പെർസ്പെക്ഷൻ എന്ന് പറയും. പഞ്ചേന്ദ്രിയങ്ങൾ, രസന, ശ്രവണ, ഘ്രാണ, സ്പർശന ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്നത്. അപ്പോ അങ്ങനെ ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്നത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ.
അവിടെയാണ് ഈ മന്ദിക്കിന്റെ ശ്രേണിയുടെ പ്രസക്തി തന്നെ. നമ്മൾ ഈ പറയുന്ന തസ്രീഹി മന്ദിക്കായാലും ഇനി ഇവിടെ നിങ്ങൾ ഓതുന്ന കിതാബ് ഏതാണെന്ന് എനിക്കറിയില്ല. മിർക്കാത്താണെങ്കിലും സർവത്തദീപാണെങ്കിലും കുത്തുബിയാണെങ്കിലും ഇത് കാലഹരണപ്പെട്ടു പോയി എന്ന് പറയും. ശരിക്ക് മന്ദിക്കിന്റെ അപ്പുറത്തേക്കൊന്നും ലോകം വളർന്നിട്ടില്ല, അപ്പുറത്തേക്കൊന്നും ലോകം പോയിട്ടില്ല. അപ്പൊ ഇവിടെ ഭൗതികമായ ശാസ്ത്രം എന്ന് പറയുന്നത് ജിസ്മു മുതലക്കിൽ തീരുന്നു. എന്തുകൊണ്ട്? സയൻസിന്റെ ഡെഫിനേഷൻ തന്നെ അതാണ്. സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ വേൾഡ്, ദാറ്റ് ഈസ് സയൻസ്. വാട്ട് ഈസ് സയൻസ് എന്നതിന്റെ ഉത്തരം എന്താണ്? എന്താണ് ശാസ്ത്രം? ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. സ്ട്രഗിൾ ഫോർ ബെറ്റർ ലൈഫ് ഒരു വിശദീകരണമാണ്. മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അത്യധ്വാനം. ഇൻ എപ്പിസ്റ്റമോളജിക്കൽ സെൻസ് വാട്ട് ഈസ് സയൻസ്? അപ്പൊ അവര് പറയും the science is the systematic study about the nature of the material world. ഭൗതിക ലോകത്തെ സംബന്ധിച്ചിട്ടുള്ള വ്യവസ്ഥാപിതമായ പഠനമാണ് ശാസ്ത്രം. എന്താണ് ഈ ഭൗതികമായ ലോകം? ഭൗതികത എന്ന് പറഞ്ഞാൽ ദ്രവ്യത്തിനാണ് ഭൗതിക വസ്തു എന്ന് പറയുക. എന്താണ് ഈ ദ്രവ്യം? എന്താണ് വസ്തു? നീളം, വീതി, ആഴം എന്ന് പറഞ്ഞാൽ 3 dimensions. ഇത് 3 ഉള്ളതാണ് ദ്രവ്യം. നീളം, വീതി, ആഴം ഇത് 3 ഉള്ളതിന് അറബിയിൽ നമ്മൾ എന്ത് പറഞ്ഞു? അൽ ഖാബിലു ലിൽ അബ്ആദി സലാസ. അതാണ് ദാലിക്കൽ ജിസ്മ. അപ്പൊ ജിസ്മ മുതലക്കിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അൽ ആലമുൽ ജിസ്മാനിയെ സംബന്ധിച്ചുള്ള അതിന്റെ വെളിയിൽ പോകുന്ന ഒന്നിനെ കുറിച്ചും സയൻസ് പറയില്ല. സയൻസ് പറയില്ല എന്നുള്ളത് സയൻസിന്റെ ഒരു പോരായികയല്ല. സയൻസ് അത് പറയാനുള്ളതല്ല. ഇപ്പൊ നമ്മൾ സയൻസിനെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. അതൊട്ടും ശരിയല്ല. സയൻസ് എന്ന് വികസിച്ച് ഇത്ര എത്തിയത് പാടനേകം പണ്ഡിതന്മാരുടെയും ഉലമായിന്റെയും മുസ്ലിം ഗവേഷകരുടെയും മുസ്ലിം ഭരണാധികാരികളുടെയും മുസ്ലിം പഠിതാക്കളുടെയും ഗവേഷകന്മാരുടെ ഒക്കെ സഹായത്തോടെയാണ്. സയൻസ് എല്ലാ ആളുകളുടേതുമാണ്, മനുഷ്യരുടേതാണ് സയൻസ്. നമ്മളതിനെ എതിർക്കുന്നില്ല. സയൻസിന് ഒരു പോരായികയുമില്ല, ഒരു പോരായികയും സയൻസിനില്ല. ആസ് എ സയൻസ് മിൻ ഹൈഥു ഇന്നഹു സയൻസുൻ, സയൻസിന് ഒരു പോരായ്മയില്ല. കാരണം പറക്കുന്നില്ല എന്നുള്ളത് തീവണ്ടിയുടെ ഒരു പോരായ്മയാണോ? അല്ലല്ലോ. കാരണം ലൈസ മിൻ ശഅനിഹി അൽ പറക്കൽ. തീവണ്ടിയെ ഡിസൈൻ ചെയ്ത ആരെങ്കിലും പറയുന്നുണ്ടോ തീവണ്ടി പറക്കുന്നു? റെയിൽ കൂടി പോവുക എന്നുള്ളതാണ് തീവണ്ടിയുടെ ഫീച്ചർ. അതുകൊണ്ട് തീവണ്ടി പറക്കുന്നില്ല എന്നുള്ളത് തീവണ്ടിക്ക് ഒരു പോരായ്മയല്ല. ഇനി ഫ്ലൈറ്റ് വെള്ളത്തിലൂടെ പുതിയ വാട്ടർ ലാൻഡിംഗ് ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പൊ ഒന്നിനെന്താണോ ഫീച്ചർ അതിൽ അത് നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ. എന്ന് പറഞ്ഞതുപോലെ അൽ ആലമുൽ ജിസ്മാനിയെ സംബന്ധിച്ച് പഠിക്കാനുള്ളതാണ് സയൻസ് എന്നിരിക്കെ സയൻസ് പോരാത്തതാണെന്നുള്ളതല്ല, അത് പഠിക്കാൻ സയൻസ് പര്യാപ്തമാണ്. ഇസ്ലാമിക് ഫിലോസഫി അല്ലെങ്കിൽ ഫൽസഫത്തുന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സയൻസും കുറച്ചധികവുമാണ്. ഫിസിക്സ് പ്ലസ് സംതിങ് എൽസ്, ദാറ്റ് ഈസ് മെറ്റാഫിസിക്സ്. ഫിസിക്സും മെറ്റാഫിസിക്സും, ഭൗതികതയും അതിഭൗതികതയും അല്ലെങ്കിൽ ഭൗതികതയും അഭൗതികതയും, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറയും, നിങ്ങൾ ഈ പറയുന്നത് പോലെ ആലമുൽ ജിസ്മാനിന്റെ ഉള്ളിലുള്ളത് മാത്രം തെളിവാക്കിയാൽ പോരാ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് വഴങ്ങാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ കൂടുതൽ മെനക്കെട്ട് പറയേണ്ട കാര്യം കൂടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ മുകളിൽ ജിസ്മ മുത്തലക്കും ജിസ്മ മുത്തലക്ക് അല്ലാത്തതും കൂടി ഉൾക്കൊള്ളുന്ന ജിസ്മനാലി മുകളിലോട്ട് പോകും തോറും അത് ആഴമാവുകയല്ലേ ചെയ്യുക. ജൗഹർ എന്ന് പറയുന്ന മറ്റൊന്നിനെ വെച്ചത്. എന്നിട്ട് അതിന്റെ ഉദാഹരണം തന്നെ നോക്കൂ, കൽ ഉഖൂലി വൻ നുഫൂസ്. അപ്പൊ ഈ പറയുന്ന മലക്കുകളായാലും ഇനി ഇലാഹിയാത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളായാലും പരലോകം, റൂഹ്, ഇനി പുതിയ ആർഗ്യുമെന്റ് പ്രകാരം ഈ പറയുന്ന പല ഗോളാന്തര ജീവികളും ഒക്കെ ഈ പറയുന്ന ജിസ്മു മുത്തലക്കല്ലാത്ത ജീവികളാണ്, വസ്തുക്കളാണ്, ഹക്കീക്കത്തുകളാണ്. അപ്പോ
ഞാനിതാണ് പറഞ്ഞത്, പഴയകാലത്തുണ്ടായിരുന്ന നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും 7 അയലത്ത് വെക്കാൻ പറ്റിയ ഒരു ജാതി ഇന്ന് ഭൂമിയിൽ ലഭ്യമല്ലെന്നിരിക്കെ പുതിയ കാലത്തുള്ള താന്തോന്നികളായി സംസാരിക്കുന്ന ആധുനിക കാലത്തെ അരാജകവാദികളായ സ്വതന്ത്രചിന്തകരെ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇന്നിവിടെ നിരീശ്വരവാദികളോ യുക്തിവാദികളോ ഇല്ല എന്ന് പറഞ്ഞത് ഇവിടെ പ്രശ്നമില്ല എന്ന് കാണിക്കാനല്ല. നിരീശ്വരവാദം, യുക്തിവാദം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അർത്ഥമുള്ള പ്രത്യയശാസ്ത്രങ്ങളാണ്. അവിടെയൊന്നും എത്താനുള്ള മെന ഇവർക്കില്ല. ഇവരെന്താ ചെയ്യുന്നത്? ഇവര് ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു ഫ്രെയിമില്ലാതെ തോന്നിയത് പറയുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ട് മനുഷ്യ ജീവിതം സാധ്യമാണ്. എല്ലാ ആളുകൾക്കും സ്വീകാര്യമായൊരു പ്രത്യയശാസ്ത്രം വെച്ചുകൊണ്ടല്ലേ മനുഷ്യർക്ക് സാമൂഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക സാധ്യമാവുള്ളൂ. നിരീശ്വരവാദ അല്ല യുക്തിവാദ സ്വതന്ത്രചിന്തയുടെ എല്ലാ ഭാഗത്തെയും മെൻഷൻ ചെയ്തു പോകലെന്നും ഈ ഒരു വേദിയിൽ ഒരുപക്ഷെ സാധിക്കുന്ന സംഗതിയല്ല. നമുക്ക് കുറച്ച് കാര്യം ഇങ്ങനെ പറഞ്ഞു പോകാം. സമൂഹത്തിന് മനസ്സിലാവുന്ന ഒരു നിലയിൽ നമ്മൾ ആലോചിച്ചാൽ, ഇപ്പൊ പ്രായോഗികമായ വിഷയങ്ങളെടുത്ത് ആലോചിച്ച് നോക്കൂ. ഇപ്പോ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മുടെ നഴ്സിംഗ് കോളേജിലൊക്കെ വലിയ റാഗിങ്ങിന്റെ വിഷയമൊക്കെ ഉണ്ടായി. എക്സാമ്പിൾ, കാലിന്റെ അടി മുതൽ തലമുടി വരെ ഒക്കെ കോമ്പസ് കൊണ്ട് കുത്തി കുത്തി ഒരു മൃതപ്രായനാക്കി പ്രാണന് വേണ്ടി അലറുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ കേരളത്തിലെ വലിയ ചാനലൊക്കെ ചർച്ചയാക്കിയിട്ട് അതിന്റെ ആങ്കർ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു, കഴിഞ്ഞ മാസമല്ലേ ആത്മഹത്യ ഉണ്ടായത്, നമ്മൾ ചർച്ച ചെയ്തത്, ഇതിനൊരു കുറവില്ലല്ലോ, എന്തേ പരിഹാരം കാണാൻ പറ്റാത്തത്? അത് തെറ്റാണ്. ആ കൃത്യം തെറ്റാണ് എന്ന് നിരീശ്വരത്വത്തിന്റെ സ്വതന്ത്രചിന്തയുടെ ഏത് മാനദണ്ഡം കൊണ്ടാണ് തെളിയിക്കാൻ പറ്റുക? അവിടെയാണ് ഇതിൻ്റെ ഒരു വിഷയമുള്ളത്. മൊറാലിറ്റിയുടെ പാരാമീറ്റർ എന്ന് പറയും, ധാർമ്മികതയുടെ മാനദണ്ഡം എന്ത്? ഇസ്ലാമും സ്വതന്ത്രചിന്തയും തമ്മിൽ വേർതിരിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ ദൈവാസ്തിക്കൊന്നും പൊതുസമൂഹം ഇപ്പൊ ചർച്ച ചെയ്യലില്ല. കാരണം ഈ നിരീശ്വരവാദികളും സ്വതന്ത്രചിന്തകരുമായ ആളുകൾക്ക് അതിന്റെ സാങ്കേതിക പദങ്ങൾ അറിയത്തില്ല. അതാണ് പ്രശ്നം. സാമൂഹികമായ വിഷയങ്ങളിലേക്ക് വന്നാൽ, ഇപ്പോ ഭർത്താവ് ഉള്ള സ്ത്രീ, കൈക്കുഞ്ഞുണ്ട്, മുലക്കുഞ്ഞുണ്ട്, മുല കുടിക്കുന്ന കുട്ടിയുണ്ട്, കമിതാവിനൊപ്പം ഒളിച്ചോടാൻ വേണ്ടി 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കടലിലെറിഞ്ഞുകൊണ്ട് കമിതാവിന്റെ കൂടെ പോകുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ്. ആ കൃത്യം തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ ശരിയല്ല എന്ന് എന്ത് മാനദണ്ഡം വെച്ചാണ് സ്വതന്ത്രചിന്തക്കാര് പറയാ? ധാരാളം ഇഷ്യൂസ് ഉണ്ടല്ലോ. നേരെ മറിച്ചും സംഭവിക്കുന്നുണ്ട്. ഭാര്യയും മക്കളുള്ള ഭർത്താവ് അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കാമുകിയുടെ കൂടെ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ ഒളിക്കാതെ ഓടുകയോ നടക്കുകയോ എന്തോ ചെയ്യുന്നു, താമസിക്കുന്നു. അതെന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? അപ്പോ ഒരുപക്ഷെ ഈ വിഷയം ശ്രദ്ധിക്കാത്തവർക്ക് തോന്നും ഇതൊക്കെ എന്ത് ബാലിശമായ ആലോചനകളാണെന്ന്. പക്ഷേ സമൂഹത്തിൽ ഇവരോട് നിങ്ങളത് തെറ്റാണെന്ന് എങ്ങനെ പറയും? കാരണം സ്വതന്ത്രചിന്തകർ മുന്നോട്ട് വെക്കുന്നത് തന്നെ ഈ കൊച്ചു ജീവിതം മാക്സിമം ദുഃഖങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, സന്തോഷത്തോടുകൂടെ കൊണ്ടാടുക, ആചരിക്കുക എന്നുള്ള പൊതുവായൊരു തത്വമാണ്. കാർപ്പിഡിയനിസം എന്ന് പറയും, നൈമിഷികാസ്വാദനവാദം. അപ്പൊ തെറ്റാവാൻ അവര് മുന്നോട്ട് വെക്കുന്ന കുറച്ച് ന്യായങ്ങളുണ്ട്. ഒന്ന്, ഹെഡോണിസം എന്ന് പറയും. നിരീശ്വരവാദികളും സ്വതന്ത്രചിന്തകരും ഒരു കാര്യം അഫ്ആലുൽ മുക്കല്ലഫ്, അത് ശരിയോ തെറ്റോ എന്ന് നിർണയിക്കുന്നതിന്റെ മാനദണ്ഡമായി മുന്നോട്ട് വെക്കുന്ന ആഗോളാടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഹെഡോണിസം. ഹെഡോണിസം എന്ന് പറഞ്ഞാൽ എന്താ? ഹെഡോണിസം എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ആത്യന്തികമായി ശരിയോ തെറ്റോ ഒന്നുമല്ല, മറിച്ച് അതിന്റെ ഇമ്പാക്ട്, അതിന്റെ പരിണിതി, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആഘാതം, അത് കൂടുതൽ സന്തോഷമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ സ്വീകരിക്കപ്പെടേണ്ടതാണ്.
കൂടുതൽ ദുഃഖമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ്. അതൊരു പൊതുവായ മാനദണ്ഡമായി അവർ മുന്നോട്ട് വെക്കുന്നു. എന്തിനു വേണ്ടി? മതധാർമ്മികതയെ തള്ളാൻ വേണ്ടി. ഇങ്ങനെ ഖുർആൻ നോക്കിയിട്ടോ ഹദീസ് നോക്കിയിട്ടോ ഫിഖ് നോക്കിയിട്ടോ ഒന്നുമല്ല ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത്, പുണ്യപ്രവൃത്തിയും പാപപ്രവൃത്തിയും തീരുമാനിക്കേണ്ടത്. അതേസമയം അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കൂടുതൽ പ്ലഷർ ആണെങ്കിൽ ദാറ്റ് ഈസ് ആക്സെപ്റ്റബിൾ. വേറാസ് അതുണ്ടാക്കുന്നത് കൂടുതൽ പ്ലഷർ അല്ല, മറിച്ച് പെയിൻ ആണെങ്കിൽ, പാനിക് ആണെങ്കിൽ ദാറ്റ് ഈസ് റിജക്റ്റബിൾ. അതിനാണ് ഹെഡോണിസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ പ്രാക്ടിക്കലി ഉണ്ടായി. എന്താ? ഒരു 10 പേർ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു എന്നിരിക്കട്ടെ. ആ കൃത്യം അതൊരു പാപമാണോ അതൊരു പുണ്യമാണോ? കാരണം 10 പേർക്ക് പ്ലഷർ, ഒരു സ്ത്രീക്ക്, ഒരു ഇരക്ക് പെയിൻ. ഹെഡോണിസം അനുസരിച്ചുകൊണ്ട് അതൊരു സോഷ്യൽ സിസ്റ്റമായി മാറുകയാണെങ്കിൽ ഈ 10 പേരുടെ ഹാപ്പിനെസ് ആണ് പരിഗണിക്കപ്പെടുക. ഒരു സ്ത്രീയുടെ ദുഃഖമല്ല, പ്രാണവേദനയല്ല. ഒരു മാനദണ്ഡം എന്ന് പറയുമ്പോൾ ഒരു ക്രൈറ്റീരിയ നമ്മുടെ ഭാഷയിൽ അത് ജാമിയും മാനിയും ആയിരിക്കണം. ജാമി മാത്രം ആയാൽ പോരാ, മാനിയും കൂടി ആവണം. മുത്തരിതും മുൻഅക്കിസുമാവണ്ടേ. അപ്പൊ ഇവിടെ ഹാപ്പിനെസിന്റെ ക്വാണ്ടിറ്റിയും സാഡ്നെസിന്റെ ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ പ്ലഷറിന്റെ ക്വാണ്ടിറ്റിയും പാനിക്കിന്റെ ക്വാണ്ടിറ്റിയും അളവ് നോക്കിയിട്ട് അതിന്റെ കമ്മിയത്ത് നോക്കിയിട്ട് കൂടുതൽ കിട്ടുന്നത് സന്തോഷമാണെങ്കിൽ അതിനെ സ്വീകരിക്കണം, എനിക്ക് കിട്ടുന്നത് ദുഃഖമാണെങ്കിൽ അതിനെ തള്ളണം എന്ന് പറയുന്ന മാനദണ്ഡം കൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോവുക സാധ്യമാണോ? ഒരു കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ ഒരു മാഫിയ സംഘം ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ റോബറി, കവർച്ച ചെയ്യുകയാണ്. ആ പ്രശ്നം അവിടെ ഉണ്ടല്ലോ. ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ദുഃഖം, ഒരു സമൂഹത്തിന് സന്തോഷം. അപ്പൊ അത് ഒരു കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. രണ്ടാമത്തെ അവരുടെ പൊതുവെ പറയാറുള്ള സംഗതി, ഈ പറയുന്ന ഹെഡോണിസം ഇപ്പോ അധികം ചർച്ച ചെയ്യുന്ന സംഗതിയല്ല. കൂടുതൽ പറയുന്നത് ഭരണഘടന ഉണ്ടല്ലോ എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ഇടയിലൊക്കെ ഒരു കുട്ടി ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണെങ്കിൽ, ഞാൻ ഇനി ഏത്തിസ്റ്റ് ആണ് അല്ലെങ്കിൽ എക്സ് മുസ്ലിമാണ്, നിങ്ങളുടെ മതം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അവരൊക്കെ ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, ഈ നാട്ടിൽ മാനമര്യാദക്ക് ജീവിക്കാൻ ഭരണഘടനയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പറയുന്നത് പോലെ ഒരു ഫിഖ്ഹും ചട്ടവും ചിട്ടയും ഒക്കെ? അതൊക്കെ നിങ്ങൾ പുരോഹിതന്മാർ, മൗലാനമാർ, ഉസ്താദന്മാർ ഉണ്ടാക്കുന്നതാണ്. അതിനാണ് ഇന്ന് കൂടുതൽ പൊതുമീഡിയയിലൊക്കെ വലിയ ഒരു അംഗീകാരമൊക്കെ കിട്ടുക. ഇസ്ലാമിന്റെ വ്യവസ്ഥാപിതമായ തത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാമിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കക്ഷിയെ കിട്ടിയാൽ ഇവിടെയുള്ള പൊതുമീഡിയക്കൊക്കെ എന്തൊരു ആവേശമാണ്. ഇത് കഴിഞ്ഞ ദിവസമൊക്കെ എന്തോ ഒരു വിവാദത്തിൽ ഒരു ഉസ്താദ് പെട്ടതിന് ശേഷം എല്ലാ മീഡിയയും ആ വിഷയം കുത്തിപ്പൊക്കുകയാണ്. വാസ്തവത്തിൽ ആ സഹോദരിയെ ആരാണ് മെന്റൽ ട്രോമയിൽ അകപ്പെടുത്തുന്നത്? ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. എല്ലാ ചാനലും, കാരണം അദ്ദേഹം ഒരു തലയെക്കെട്ട് കെട്ടിയ ഉസ്താദായിപ്പോയി, വേറെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ആ ആർഗ്യുമെന്റിലെ ആ ആ പറഞ്ഞ വിഷയത്തിലെ ആ ശൈലിയോടൊരു പക്ഷേ നമുക്കൊന്നും യോജിപ്പുണ്ടാവണമെന്നില്ല. ആ പേരും കാര്യവും പറയണ്ടായിരുന്നു. അതേസമയം അതൊരറിയാതെ പോകുമായിരുന്നൊരു വിഷയം സമൂഹത്തിന്റെ മധ്യത്തിൽ എലൈവാക്കി നിർത്തിയിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ, ഉസ്താദുമാർക്കെതിരെ മതപൗരോഹിത്യം ആരോപിച്ചുകൊണ്ട് മതപണ്ഡിതന്മാർക്കെതിരെയുള്ള ഒരു വിദ്വേഷബോധം ജനിപ്പിക്കുക, വളർത്തുക എന്നുള്ള ഒരു സ്ഥാപിത താല്പര്യത്തെ ഇട്ട് ആഘോഷിക്കുകയാണ്. മതിയാകാതെ ചെയ്തിട്ടും മതിയാകാതെ വ്രണം മാന്തുന്ന പറങ്കി പുണ്ണ് മാന്തുന്ന ആസ്വാദനത്തോടെ ചെയ്യുകയാണ് മീഡിയകൾ. അപ്പൊ ഇസ്ലാമിന്റെ ഈ തത്വങ്ങളെ എതിർക്കുന്ന മുസ്ലിം നാമധാരികൾക്ക് സമൂഹത്തിൽ നല്ല മൈലേജ് ആയിരിക്കും. സമൂഹത്തിന്റെ പുതിയൊരു ടെൻഡൻസി തന്നെ നല്ല മുസ്ലിമിനെയും ചീത്ത മുസ്ലിമിനെയും ഉണ്ടാക്കലാണ്. ആരാണ് ഈ നല്ല മുസ്ലിം? സമൂഹത്തിന്റെ കണ്ണിൽ പൊതുബോധം എന്ന് പറയുന്ന ഫാബ്രിക്കേറ്റഡ്, നിർമ്മിത, വ്യാജ ഒരു പരിഗണനയാണ് ഈ പൊതുബോധം. പൊതുബോധം എന്ന് പറഞ്ഞൊരു ബോധമൊന്നുമില്ല. നമ്മുടെയൊക്കെ ബോധവും പൊതുബോധമാണ്. നമ്മൾ കാട്ടിൽ ജീവിക്കുന്നവരല്ല, നാട്ടിൽ തന്നെ ജീവിക്കുന്നവരാണ്. നമ്മുടെ ബോധവും പൊതുബോധമാണ്. നമ്മളും പറയുന്നൊരു തെറ്റായ വാക്കാണ് പൊതുബോധത്തിൽ ഇസ്ലാം ശരിയല്ല. എന്താണ് ഈ പൊതുബോധം? നമ്മുടെയൊക്കെ ബോധം തന്നെയാണ് പൊതുബോധം.
പൊതുബോധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വരേണ്യരുടെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ, മീഡിയക്കാരുടെ ബോധമല്ല പൊതുബോധം. എല്ലാ ആളുകളും കൂടിച്ചേരുമ്പോൾ ആ ബോധമാണ് പൊതുബോധം. പക്ഷെ ഞാൻ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സമൂഹത്തിലുള്ള ഇന്നത്തെ ഒരു ടെൻഡൻസിയാണ് പറയുന്നത്, നല്ല മുസ്ലിമിനെയും ചീത്ത മുസ്ലിമിനെയും വേർതിരിച്ച് പറയാം. ആരാണ് ഈ നല്ല മുസ്ലിം? ഖുർആൻ പരിഷ്കരിക്കണമെന്ന് പറയുന്ന, ഹദീസിനെ തള്ളണം എന്ന് പറയുന്ന, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കേവലം ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ലാത്ത പൗരോഹിത്യ സൃഷ്ടിയാണെന്ന് പറയുന്ന, അടിസ്ഥാനപരമായി ഇസ്ലാമിക ശറഇന്റെ കാഴ്ചപ്പാടിൽ പാടില്ലാത്ത കാര്യങ്ങളെ ആഘോഷിക്കുന്ന, മതത്തിന്റെ വേലികൾ തകർക്കുന്ന, ഭിത്തികൾ മറികടക്കുന്ന ഈ വിഭാഗമാണ് സമൂഹത്തിന്റെ കണ്ണിൽ നല്ല മുസ്ലിം, പരിഷ്കൃത മുസ്ലിം, ആധുനിക മുസ്ലിം. ഞാൻ ആ ഭാഗത്തേക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ വരാം. പക്ഷെ പറഞ്ഞതെന്താ, അത്തരം ഇവരുടെ കണ്ണിലുള്ള നല്ല മുസ്ലിങ്ങളോട് അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ ഖുർആനും ഹദീസൊന്നും അത്ര വലിയൊരു പരിഗണന അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു വിഷയം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുക എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിച്ചോളൂ. പക്ഷെ ആലോചിച്ച് നോക്കൂ, ലോകത്തെ ഏതെങ്കിലും ഭരണഘടന അനുസരിച്ച് കൊണ്ട് സ്വകാര്യമായ ജീവിതം, സ്വകാര്യമായ പ്രാക്ടീസുകൾ, അതിലെ ധർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അവനവൻ അടച്ചിട്ട വാതിലിന്റെ ഉള്ളിൽ ചെയ്യുന്ന, അവനവനോട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ കമ്മിറ്റിംഗ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യൽ ശരിയോ തെറ്റോ? സമൂഹം അനുഭവിക്കുന്ന ഒരു ചോദ്യമാണത്. ഇത് ഭരണഘടന വെച്ചുകൊണ്ട് അങ്ങനെ പറയും. ഒരുത്തന്റെ ജീവിതം അയാൾ തന്നെ അവസാനിപ്പിക്കണമെന്ന് കരുതിയാൽ അതിനെങ്ങനെ കുറ്റം പറയും? ഭരണഘടന അനുസരിച്ചുകൊണ്ട്. പക്ഷെ മനുഷ്യൻ ഒറ്റത്തടിയാണോ? അള്ളാഹു തന്നതാണ് ജീവൻ എന്നൊക്കെ ഉള്ളത് ഇസ്ലാമിന്റെ ഒരു വാദമാണ്. സാമൂഹികമായിട്ട് തന്നെ ചിന്തിച്ചാൽ ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ട്, രേഖാപരമാണ്. കല്യാണം കഴിക്കുമ്പോൾ കഴിയുന്ന കാലത്തോളം നിന്നെ നോക്കും എന്നുള്ളതാണ് അവിടെ അലിഖിതമായ ഒരു കരാർ, ബാധ്യതയാണ്. ബാധ്യതാ സഹിത സഹജീവനത്തിന്റെ പേരാണ് വിവാഹം. അപ്പൊ മക്കളുണ്ട്, കുടുംബമുണ്ട്, അവരെയൊക്കെ പെരുവഴിയിലാക്കിയിട്ടാണ് ഒരുപക്ഷെ വൈധവ്യത്തിലേക്കും അനാഥത്വത്തിലേക്കും വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. മറിച്ചും അതിനെ ഭരണഘടന എങ്ങനെയാണ് സമീപിക്കുക? ഇനി അതൊരു സങ്കീർണമായ വിഷയമാണെങ്കിൽ പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ലോകത്തെ ഭരണഘടന ഏതാ? പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഭരണഘടന ഏതാ? പ്രായമില്ലാത്തവരോട് കരുണ കാണിക്കണമെന്ന് പറയുന്ന, സാമൂഹികമായി പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ സംഭാവനകൾ അർപ്പിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും അത് പരിഹരിക്കാൻ ആവശ്യമായ കൃത്യങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുന്ന, അതിനെ നിയമപരമായി ലീഗലൈസ് ചെയ്യുന്ന, ലീഗലി അതിന് ഇന്റർപ്രിട്ടേഷൻ നൽകുന്ന ഭരണഘടനകളുണ്ട്. അതൊക്കെ സോഷ്യൽ നോംസ് ആണ്, സാമൂഹികമായ ചട്ടങ്ങളാണ്. ഇറ്റിക്വിറ്റീസ് എന്ന് പറയും, എത്തിക്സ് എന്ന് പറയും. അതൊന്നും ഭരണഘടന പറയില്ല. ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാം എന്നൊരാൾ വിചാരിച്ചാൽ ലോകത്തൊരു പിതാവിനെയും ബഹുമാനിക്കാതെ മക്കൾക്ക് ജീവിക്കാൻ പറ്റും, ഒരു മാതാവിനെയും ബഹുമാനിക്കാതെയും ജീവിക്കാൻ പറ്റും, ഗുരുനാഥരെ ആദരിക്കാതെ ജീവിക്കാൻ പറ്റും. ക്ലാസ്സിൽ ഗുരുനാഥൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്ന ഭരണഘടന ലോകത്തെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? അധ്യാപകൻ വരുമ്പോൾ എഴുന്നേൽക്കണമെന്ന് പറയുന്ന, എന്നാൽ ഈ അധ്യാപകൻ വരുമ്പോൾ എഴുന്നേൽക്കണമെന്നത് മുസ്ലിങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തത്വമാണോ? അല്ല, ഒരിക്കലുമല്ല. എല്ലാ ആളുകളും ഇഷ്ടപ്പെടുന്ന കാര്യമാണത്, അംഗീകരിക്കുന്ന കാര്യമാണത്.